ഇന്ന് 82ാമത് ദേശീയ അഗ്നിരക്ഷാ സേവന ദിനമാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ഒരു മോക്ക് ഡ്രില്ല് ഇവിടെ ഭൂത്താൻകെട്ട് ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ കോതമംഗലം അഗ്നിരക്ഷാ നിലയവും സിവിൽ ഡിഫൻസും ഒരുമിച്ച് സംയുക്തമായിട്ട് ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെയാണ് അഗ്നിരക്ഷാസേന അവരുടെ ട്രെയിനിങ്ങും ടെക്നിക്സ് ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കൃത്യമായിട്ട് വീണ്ടെടുക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ കൂടെയൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാസേനയുടെ സേവനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്നും ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം മോഡേണൈസ് ആയിട്ടുണ്ട് അഗ്നിരക്ഷാസേനയൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല. അപ്പോൾ അത് സേനയുടെ മാറിയ മുഖം പരിചയപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ദിനം നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തിയത്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഉദ്ദേശം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രയൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രണ്ടുപേര് ഒരു ചെറിയ ഡ്രാമയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വള്ളത്തിൽ രണ്ടുപേര് വരികയും അവരിൽ ഒരാൾ വഴക്കുണ്ടായി നേരെ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നതായിട്ട് ഒരു ഡ്രാമ ഇവിടെ ഞങ്ങൾ കളിച്ചു. അതിനുശേഷം വെള്ളത്തിൽ ഒരാൾ മുങ്ങി താഴെ പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കരയിലേക്ക് എത്തി ഇന്നതുപോലെ എൻ്റെ കൂട്ടുകാരൻ വെള്ളത്തിൽ വീണു, അയാളെ രക്ഷിക്കണം, ഫയർഫോഴ്സിനെ വിളിക്കണം എന്നുള്ള ഒരു അപകട സന്ദേശം കരയിലുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നമ്മൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിൽ ഫയർ സ്റ്റേഷൻ കോതമംഗലത്തേക്ക് വിളിച്ചു പറയുകയും അവിടുന്ന് കോതമംഗലം സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സേന അടിയന്തരമായിട്ട് ഉടനെ ഇവിടെ എത്തുകയും നമ്മുടെ ഡിങ്കി സ്കൂബ വാൻ ഉപയോഗിച്ച് അതിൽ സ്കൂബ സെറ്റ് ധരിച്ചുള്ള ഡൈവേഴ്സ് ഉടനെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും അത് നമ്മുടെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്രൊഫഷണലായി വെള്ളത്തിൽ അടിയിൽ മുങ്ങിപ്പോയ ആ ഒരു കാഷ്വാലിറ്റിയെ, ആ ഒരു വ്യക്തിയെ നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്കാണ്. ഈ ടീം വർക്കിന് എൻ്റെ കൂടെ എൻ്റെ സ്റ്റേഷനിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. ഇന്ന് ഡൈവ് ചെയ്ത രണ്ടുപേരും, ഒന്ന് SFRO ശ്രീ സിദ്ദിഖ്, FRO ശ്രീ VM ഷാജി എന്നിവരാണ്. കൂടെ ഇന്ന് കാഷ്വാലിറ്റി ആയിട്ട് എല്ലാത്തിനും ഉപരി നന്ദി പറയേണ്ട ഒരാൾ നമ്മുടെ സ്റ്റേഷനിലെ FROD ശ്രീ ബേസിൽ ഷാജിയാണ്. അപ്പോൾ എൻ്റെ ക്രൂവിന് എത്ര തീർത്താൽ തീരാത്ത തരത്തിലുള്ള കൈയടി കൊടുത്താലും മതിയാവത്തില്ല, അത്രത്തോളം അവർ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത സിവിൽ ഡിഫൻസ്, അതോടൊപ്പം ഇന്ന് ഈ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മളോടൊപ്പം സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്ന, വള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന ഇവിടുത്തെ ബോട്ട് ജെട്ടി ഉദ്യോഗസ്ഥർ, അതുപോലെ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ്, അവർക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ വിനീതമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഏതൊരു അപകടത്തിലും അഗ്നിരക്ഷാസേന നിങ്ങളുടെ കൂടെയുണ്ട്. വി സെർവ് ടു സേവ്. ജയ് ഹിന്ദ്. ഇന്ന് ഏപ്രിൽ 14 നാഷണൽ ഫയർ സർവീസ് ഡേ ആണ്. ദേശീയ തലത്തിൽ ഇന്നത്തെ ദിവസം ഫയർഫോഴ്സിനെ ആചരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോതമംഗലം അഗ്നിരക്ഷാ നിലയം സംഘടിപ്പിച്ച ഒരു മോക്ക് ഡ്രിൽ പരിപാടിയാണ്.